ഇന്നലെ ഓട്ടം കഴിഞ്ഞ് വന്ന് വണ്ടി ചാർജ് കുത്തിയിടാൻ നോക്കുമ്പോൾ വണ്ടി ചാർജ് കയറുന്നില്ല. എന്താ കംപ്ലൈൻറ്റ് എന്നൊന്നും നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് 10-ൻ്റെ സ്പാൻഡറും 8-ൻ്റെ സ്പാൻഡറുമാണ് വേണ്ടത്. അപ്പം ബാറ്ററിൻ്റെ ഇതിൽ 2 ബാറ്ററിയാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഒന്ന് ചാർജ് കയറി ഓടാൻ മാത്രമുള്ളതും, പിന്നൊന്ന് ലൈറ്റ്, ഹോണ്, അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ബാറ്ററി ഉണ്ട്. അപ്പോൾ അതാണോ ഫ്യൂസ് പോയതാണോ എന്ന് നോക്കാം. അത് പാസഞ്ചർ സൈഡിലെ ബാക്ക് സൈഡിലെ ആണ് ഈ ബാറ്ററി വരുന്നത്, അവിടെയാണ് ഫ്യൂസ് വരുന്നത്. അപ്പോൾ ഈ 4 സ്ക്രൂ 10-ൻ്റെ സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്യൂസും ബാറ്ററി ഇരിക്കുന്ന ഇത് കാണാം. അപ്പോൾ ഇത് 4 സ്ക്രൂ പെട്ടെന്ന് അയക്കാൻ കഴിയും. എൻ്റെ കൈമൽ സ്പാൻഡറിന് പകരം ഇതാണുള്ളത്, ഞാനിതാണ് ഉപയോഗിക്കൽ. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പം കുറച്ചൊരു പാടുണ്ടാവും, കാരണം അങ്ങനെ നമ്മൾ എപ്പോഴും അയച്ച് തുറക്കുന്നൊരു ഭാഗമല്ലാത്തതിനോണ്ട് ചെറിയ ടൈറ്റൊക്കെ ഉണ്ട്, നല്ല പൊടിയൊക്കെ ഉണ്ട്. ബാറ്ററിയുടെ ക്ലാവ് ഫംഗസ് ഒന്നും പിടിച്ചതല്ല. ബാറ്ററി അവിടെ അത്യാവശ്യം നീറ്റുണ്ട്. ഈ ലൂസ് കണക്ഷനാണോ ഫ്യൂസ് പോയതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോഴേ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഇതാകുന്നതാണ്. നമ്മളതിൽ ചെറിയൊരു ബാറ്ററി ഉണ്ട്, അതൊന്ന് വെച്ച് നോക്കാം. വെച്ചിട്ടും ഒരു ബാറ്ററി 2 വയറെടുത്ത് അതൊന്ന് ജമ്പർ പോലെ ഒന്ന് വെച്ച് നോക്കി. അതല്ല, നമ്മൾ ലൂസ് കണക്ഷന് ഇല്ല, ഞെട്ടൊക്കെ ടൈറ്റാണ്. ഇനി ഫ്യൂസിൻ്റെതാണോ എന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. ബാറ്ററി തീരെ ഇല്ലയെന്ന് തോന്നുന്നു, കാരണം തീരെ വെച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഈ ബാറ്ററി ഇല്ലെങ്കിൽ വണ്ടി ഒന്നും വർക്ക് ചെയ്യൂല, നമ്മളെ ഇഗ്നീഷൻ ഒന്നും കാണിക്കില്ല. വണ്ടി ചാർജ് കയറാനാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ബാറ്ററി നിർബന്ധമാണ്. അപ്പം നമ്മളെ കയ്യിൽ വേറൊരു വണ്ടിയുടെ വലിയ ബാറ്ററി ഉണ്ട്, അതൊന്ന് വെച്ച് നോക്കേണ്ടി വരും. അപ്പോൾ സിമ്പിളാണ്. ഞാനിവിടെ ഇന്നത്തെ ക്ലിപ്പ് 50 രൂപ ഉള്ളൂ ജോഡി. അതാകുമ്പോൾ കുറച്ചും കൂടി സേഫ്റ്റിയാണ്. ഒരു സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഈ പരിപാടി ചെയ്യാം. വേറെ അങ്ങനെ വലിയ സാധനമൊന്നും വേണ്ടി വരില്ല ഒരാളെ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഉൾഭാഗം. ചെറിയ സിമ്പിളായിട്ട് വർക്കാണ്. കോഴിക്കോട് സിറ്റിയിൽ ഇങ്ങനെ പണി എടുക്കണമെങ്കിൽ തന്നെ വേണം 15 റുപ്യ. അമ്മാതിരി പണിയാണ്. ചെറിയ പണിയാണെങ്കിലും നല്ല പൈസ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കണക്ഷൻ കൊടുത്തത്. അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി സുഖം. എനിക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ബാറ്ററി പോയത് തന്നെയാണ്. ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് തീരെ ഇതില്ല. അപ്പോൾ ഈ ബാറ്ററിയുടെ വില നമ്മൾ ചോദിച്ചിരുന്നു. 1500 രൂപയാവുമെന്നാണ് പറഞ്ഞത്. നമ്മളെ ഈ ബാറ്ററി കൊടുത്തിട്ട് 1500 രൂപയാവുമെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ വില കൂടിയതാണ്. ആദ്യം മൂപ്പരാൾ പറഞ്ഞാൽ 1050 ആയിരുന്നു. പിന്നെ അത് ഒരു പവർ കൂടിയ ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാത്തിനും സാധനത്തിന് വില കൂടിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ബാറ്ററി ഇറങ്ങി പോകുന്നത് ഇതിന് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതാ ബാറ്ററി വെച്ചപ്പോൾ ഇതാ വർക്ക് ആവുന്നുണ്ട്, മീറ്ററൊക്കെ വർക്ക് ചെയ്ത്. അതവിടെ ഒരു വാണിംഗ് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അതെന്താണെന്നറിയില്ല, നോക്കണം. ഇപ്പോൾ തൽക്കാലമായിട്ട് അതൊന്ന് മൂടി വെച്ചിരിക്കണേ ബാറ്ററി. അപ്പോൾ ഒന്നുകൂടി നോക്കുകയാണ്. ഫുള്ള് ഉറപ്പ് 2 പ്രാവശ്യം ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും ഊരാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അത് അങ്ങനത്തെ ഒരു ഏരിയയിലാണ് തീരെ എങ്ങനെയൊക്കെ ഈ മെക്കാനിക്കൊക്കെ ഇതാക്കുന്നത്. കാരണം തീരെ ഒരു കൈ കിടന്ന് കളിക്കാൻ പറ്റിയ സ്പേസിലില്ലാത്തൊരു ഏരിയയിലാണ്. അപ്പോൾ അത് ആ ക്ലാമ്പ് നെട്ടും ബോൾട്ടും കൂടി നോക്കിയാൽ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ബാറ്ററിൻ്റെ തന്നെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണേ. നെട്ടും ബോൾട്ടും ഇട്ട് അങ്ങനെ സെറ്റപ്പാക്കി. ഓക്കെ, ഇത്രയേ ഉള്ളൂ.